എന്തുകൊണ്ടാണ് AI പവർഡ് MERN സ്റ്റാക്ക് ഡെവലപ്മെന്റിൽ ഇത്രയും ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത്? അത് നല്ലൊരു ചോദ്യമാണ്. AI പവർഡ് MERN സ്റ്റാക്സിന്റെ ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഇത് AI പവർഡ് MERN സ്റ്റാക്സിന്റെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് അല്ല ഈ ഇത്രയും കിട്ടാൻ കാരണം. ഇത് ഓർമ്മ ഇപ്പോൾ ഇതിൽ നമ്മൾ റിയാക്റ്റിന് ഒരുപാട് ജോലി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, അതുപോലെ Node.js, അതുപോലെ തന്നെയാണ് നമ്മളെ MongoDBക്കും. അപ്പോൾ ഇതെല്ലാം നല്ല ഓപ്പർച്യൂണിറ്റീസ് ഉള്ള നല്ല ടെക്നോളജീസാണ്, അല്ല നല്ല ഫ്രെയിം വർക്കുകളാണ്. അപ്പോൾ ഇതെല്ലാം കൂടുന്ന സമയത്ത് ഇതിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് 10 മടങ്ങാവും. അതുകൊണ്ടാണ് ശരിക്കും പിന്നെ AI കൂടി കയറുമ്പോൾ AI ടൂൾസും കൂടി പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ജോലി ഓപ്പർച്യൂണിറ്റീസിൻ്റെ കാര്യം നോക്കേണ്ട ആവശ്യമില്ല, അത്രയും ജോലി ഓപ്പർച്യൂണിറ്റീസ് കൂടും. അതുകൊണ്ടാണ് ഇത് പഠിച്ചു കഴിഞ്ഞാൽ, അതായത് AI പവർഡ് MERN സ്റ്റാക്സ് പഠിച്ചു കഴിഞ്ഞാൽ ജോലി ഓപ്പർച്യൂണിറ്റീസ് കൂടുതലാണെന്ന് പറയാൻ കാരണം നോർമൽ ടെക്നോളജി പഠിക്കുന്നതിനെക്കാട്ടും. അപ്പോൾ ബേസിക് സിമ്പിളായിട്ട് പറഞ്ഞാൽ റിയാക്റ്റിന് നല്ല ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, MongoDBക്ക് ഉണ്ട്, Node.jsനുണ്ട്, അതുപോലെ തന്നെ നമ്മൾ AI ടൂൾസ് പഠിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒക്കെ ഓപ്പർച്യൂണിറ്റീസ് കൂടും. അതുകൊണ്ട് ഈ എല്ലാ ടൂൾസിൻ്റെയും കൂടി അഡ്വാൻറ്റേജ് നമ്മളെ MERN സ്റ്റാക്സ് അല്ലെങ്കിൽ AI പവർഡ് MERN സ്റ്റാക്സിന് ഗുണം കിട്ടും.